ഹലോ, ഈ വെളുപ്പങ്കാലത്ത് ഇത്ര ബാഗും തൂക്കിയിട്ട് എങ്ങോട്ടാ പോകുന്നതെന്നല്ലേ നോക്കുന്നേ? ആരോ എവിടെയോ ഒരിക്കൽ പറഞ്ഞതുപോലെ ഭൂമിയിലെ പർദീസ, അതാണ് ലക്ഷദ്വീപ് അല്ലേ? അതിനോട് ഞാൻ നിസ്സംശയം തന്നെ യോജിക്കാം. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇത്തവണ ഞങ്ങൾ പോവാൻ തീരുമാനിച്ചത് ഈ ഭൂമിയിലെ പർദീസ എന്ന് പറയുന്ന ലക്ഷദ്വീപിലോട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞങ്ങൾ എണീറ്റു, നേരെ ക്യാബെല്ലാം എടുത്തു, എയർപോർട്ടിൽ പോകുന്ന കാഴ്ചയാണ്. പോകുന്ന വഴിക്ക് നല്ല മഴയുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് നിശാന്തിനെയൊക്കെ പിക്ക് ചെയ്തു. ഇത്തവണ ഞാനും സാൻഡിയും അല്ല കേട്ടോ, കൂടെ ഞങ്ങളുടെ വേറെ കുറച്ച് ഫ്രണ്ട്സും കൂടി ഉണ്ടായിരുന്നേ. നിങ്ങൾ ഈ വീഡിയോയിൽ ത്രൂ ഔട്ട് കാണാൻ പോകുന്ന എനിക്ക് പ്രിയപ്പെട്ട കുറച്ച് കൂട്ടുകാരെയാണ് കേട്ടോ. ഇതാദ്യം ഒരു സോളോ ട്രിപ്പ് ആയിരുന്നെങ്കിലും നിങ്ങൾക്കിപ്പോൾ കാണാമല്ലോ, എൻ്റെ കൂടെ സാൻഡി ഉണ്ട്, ആദി ചേച്ചി ഉണ്ട്, ആകാശേട്ടൻ, നിശാന്ത്, രമ്യ ചേച്ചി, ലക്ഷ്മൺ, അങ്ങനെ എല്ലാവരും ആയിട്ടുള്ളൊരു മനോഹരമായൊരു യാത്രയായിരുന്നു കേട്ടോ അത്. ഇത് കാണാം, നമ്മൾ എല്ലാവരും രാവിലെ 8:30 ഫ്ലൈറ്റ് ആയിരുന്നു എടുത്തത്. എല്ലാവരും ടയേർഡായിരുന്നു, ബട്ട് സ്റ്റിൽ എക്സൈറ്റ്മെൻറ്റും ത്രില്ലും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫുൾ ധമാക്ക പാക്കേജ് ആയിരുന്നു ഈ പറഞ്ഞ ലക്ഷദ്വീപിൻ്റെ യാത്ര. നമ്മൾ കൊച്ചിയിൽ നിന്നും നേരെ അഗറ്റിയിലേക്കായിരുന്നു ഈ പറഞ്ഞ ഫ്ലൈറ്റ് എടുത്തിരുന്നത്. അങ്ങനെ കൊച്ചിയിൽ നിന്നും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തെങ്കിൽ പോലും ലക്ഷദ്വീപിലോട്ട് എത്താനൊരു 10-15 നിമിഷങ്ങൾ മാത്രം ബാക്കിയിരിക്കെ ഒരു അനൗൺസ്മെൻറ്റ് വന്നു, ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു, ഹെഡിങ് ബാക്ക് ടു കൊച്ചി എന്ന് പറഞ്ഞിട്ട്. അതെ, ലക്ഷദ്വീപിൽ നമുക്ക് നല്ല മഴയും കാറ്റും ഒക്കെ കാരണം കൊണ്ട് ഫ്ലൈറ്റ് അവിടെ ഇറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആദ്യം നമ്മൾ ക്യാപ്റ്റനൊക്കെ കുറ്റം പറഞ്ഞെങ്കിൽ പോലും പിന്നെ കൊച്ചിയിലോട്ട് വന്നു. കുറച്ചൊരു 20 മിനിറ്റിന് ശേഷം അവർ പറഞ്ഞു, ഓക്കെ വി ആർ ഹെഡിങ് ബാക്ക് ടു അഗറ്റി അഗെയിൻ. നമുക്കാണെങ്കിൽ ക്യാപ്റ്റനെ കുറ്റം പറയാൻ എളുപ്പമാട്ടോ. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് വൺ ഓഫ് ദ ഡേഞ്ചറസ് റൺവേ എന്ന കാറ്റഗറിയിൽ പെടുന്നതാണ് ഈ പറഞ്ഞ അഗറ്റി റൺവേ. അങ്ങനെ കൊച്ചിയിൽ നിന്നും തിരിച്ച് അഗറ്റിയിലോട്ട് പോകുന്ന സന്തോഷമാണ്. ഒന്നല്ലെങ്കിൽ 9 വഴികളുണ്ടാവും, ചിലപ്പോൾ അതിന് ക്യാൻസൽ ആവാതിരിക്കാനുള്ള സാധ്യതയുണ്ട്, ക്യാൻസൽ ആവാൻ സാധ്യതയുണ്ട്. അതെ, അവസാനം ക്യാൻസൽ ആവാണ്ട് തിരിച്ച് ഞങ്ങൾ അഗറ്റിയിലോട്ട് ലാൻഡ് ചെയ്യുന്നൊരു കാഴ്ചയായിരുന്നു. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വല്ലാത്തൊരു സന്തോഷമായിരുന്നു. കാരണം ഒരു നിമിഷം നമ്മൾ ഓർത്തു, ഓക്കെ നമ്മുടെ ഈ സ്വപ്ന യാത്ര എന്ന് പറയുന്ന സംഭവം തന്നെ ഇല്ലാണ്ടാവുകയാണെങ്കിലും ചിലർക്കും പറയാം, പലർക്കും പറയാം പിന്നീടാണെങ്കിലും പോവാമല്ലോ. പക്ഷെ അങ്ങനെയല്ലല്ലോ, അത് ഒരു തവണ പുറപ്പെടുവാണെങ്കിൽ അങ്ങോട്ടാണ് നമ്മൾ എത്തിയേക്കണം. അങ്ങനെ 1.5 മണിക്കൂറിലെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളിതാ അഗറ്റിയിലോട്ട് ലാൻഡ് ചെയ്തു കേട്ടോ. അഗറ്റി എന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപിലെ ഒരു മനോഹരമായിട്ടൊരു ഐലൻഡാണ്. 4 ദിവസവും 3 രാത്രിയുമാണ് ഞങ്ങൾ അവിടെ ചെലവഴിച്ചത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും എൻറൂട്ട് എന്ന് പറഞ്ഞൊരു ട്രാവൽ ഏജൻസി വഴിയാണ് ഞങ്ങൾ അഗറ്റിയിലോട്ട് ലക്ഷദ്വീപിലോട്ട് എത്തിച്ചേർന്നത്. അവർ നമുക്കുള്ള പെർമിറ്റും കാര്യങ്ങളും സ്റ്റേ, ഫുഡ് ഇൻക്ലൂഡിങ് ഫ്ലൈറ്റ് എല്ലാം കൂടി നല്ലൊരു പാക്കേജിന് തന്നെയാണ് ഈ ഒരു യാത്ര അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തത്. അവിടെ എത്തിയ പാടെ തന്നെ അവർ തന്നെ അറേഞ്ച് ചെയ്ത ഒരു ട്രാവൽ ഏജൻസിയിലെ ഒരു കൊച്ച് അവിടെ ഉണ്ടായിരുന്നു, ലക്ഷദ്വീപിലെ ലോക്കലായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടും ഞാൻ ഈ പറഞ്ഞ ട്രാവൽ ഏജൻസിനെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുമായിരുന്നു. പേഴ്സണലി എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു പാക്കേജ് ആയിരുന്നു എനിക്ക് തോന്നിയത്. എനിക്ക് മാത്രമല്ല, എൻ്റെ കൂടെ വന്ന എല്ലാവർക്കും. അപ്പോൾ ഇതാണ് റാബിയാണ് ഞങ്ങളെ അഗറ്റി എയർപോർട്ടിൽ നിന്നും പിക്ക് ചെയ്യാൻ വന്നത്. അങ്ങനെ എയർപോർട്ടിൽ നിന്നും നമ്മൾ നേരെ പോയത് ലക്ഷദ്വീപിലെ അഗറ്റി എന്ന് പറഞ്ഞ മനോഹരമായ ഒരു ഐലൻഡിലെ ഒരു ബീച്ച് വ്യൂ ഹോം സ്റ്റേയിലായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ പോകുന്നൊരു കാഴ്ചയാണ്. അവരെല്ലാവരും മുമ്പിൽ ക്യാബിൽ പോയി, ഞാൻ ഈ റാബിയയുടെ കൂടെ സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുവാണ്. എത്തിയ പാടെ നമുക്ക് ഈ ലക്ഷദ്വീപിലെ ഈ കാഴ്ചകളൊക്കെ കാണണമല്ലോ. അപ്പം നിറയെ തെങ്ങായിരുന്നു, നിങ്ങൾക്ക് കാണാം, നല്ല മനോഹരമാണ്. റൈറ്റിൽ നോക്കിയാലും ലെഫ്റ്റിൽ നോക്കിയാലും കടലാണ്. ആ കടലാണെങ്കിൽ നല്ല നീല പരവതാനി വിരിച്ച കൂട്ടായിരുന്നു. അപ്പം അടിപൊളിയൊരു സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ പ്രോപ്പർട്ടിയിൽ എത്തിയ പാടെ റാബിയ അവിടുത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ബ്രീഫ് ചെയ്തു. കഴിഞ്ഞ പാടെ നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് നേരെ നമ്മുടെ ഹോം സ്റ്റേയുടെ തൊട്ട് പുറകിൽ നമുക്ക് മാത്രമായിട്ടുള്ളൊരു പോലൊരു കടലുണ്ടായിരുന്നു. അത് നമുക്ക് മാത്രമല്ല, ഞാൻ പറഞ്ഞത് തൊട്ട് ലെഫ്റ്റിൽ തിരിഞ്ഞാലും റൈറ്റിൽ തിരിഞ്ഞാലും ഒക്കെ കടൽ മാത്രമാണല്ലോ. അപ്പം നമ്മൾ തൊട്ടടുത്ത് കടലുണ്ടായിട്ട് കടലിൽ പോയിട്ട് ഒരു കുളിയൊക്കെ പാസ് ചെയ്തില്ലെങ്കിൽ അത് മോശമല്ലേ ആർക്ക്? നമുക്ക് തന്നെ. അപ്പം ഞങ്ങളങ്ങനെ ചെല്ലുന്നു. ഫുള്ള് അറൗണ്ട് ഒരു 2-3 മണിക്കൂർ എനിക്ക് തോന്നുന്നു, കുറേ നേരം നമ്മൾ കടലിൽ തന്നെയായിരുന്നു. ഈ 2-3 മണിക്കൂറല്ല, ത്രൂ ഔട്ട് ഈ 4 ഡേയ്സും ഞങ്ങൾ ഫുൾ എക്സ്പ്ലോർ ചെയ്തു. കടൽ തന്നെയായിരുന്നു. ഇത്ര മനോഹരമായൊരു കടൽ
ഉണ്ടായിട്ട് പോലും നമ്മളത് എക്സ്പ്ലോർ ചെയ്തില്ല എന്നാണെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് എന്തിനാണോ അല്ലേ? ഇത്ര മനോഹരമായൊരു ഭൂമിയൊക്കെ ദൈവം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചത് തന്നെ ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയല്ലേ. അങ്ങനെ നമ്മൾ ഈ തവണ അഗറ്റിയും എക്സ്പ്ലോർ ചെയ്തു. ഡേ 1 നമ്മൾ അവിടെ എത്തിയ പാടെ ഫുഡെല്ലാം കഴിച്ചു. ഉച്ചയ്ക്കായിരുന്നു, അപ്പോൾ ലഞ്ചെല്ലാം കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് നേരം റിഫ്രഷ് ഒക്കെ ചെയ്തിട്ട് റിലാക്സ് ആയിട്ട് വൈകുന്നേരം നമ്മൾ അവിടെ ഉണ്ടായിരുന്ന സൗത്ത് ജെട്ടി, ഈസ്റ്റ് ജെട്ടി, ലഗൂൺ ബീച്ച്, അന്താൻ ബീച്ച്, അങ്ങനെ കുറച്ച് നല്ല മനോഹരമായ സ്ഥലങ്ങളിലാണ് പോയത് എക്സ്പ്ലോർ ചെയ്യാൻ. അഗറ്റി ഒന്ന് ചുറ്റിക്കറങ്ങാനായിട്ട് അങ്ങനെ വേണം പറയാൻ. അപ്പം അങ്ങനെ കറങ്ങി എത്തിയ പാടെ തിരിച്ച് നമ്മൾ നമ്മുടെ റിസോർട്ടിൽ വന്നു. ആസ് യൂഷ്വൽ റിലാക്സ് ചെയ്തു. അന്ന് ഈ സ്ഥലം ചുറ്റിക്കാണാം, അതായിരുന്നു കേട്ടോ മെയിൻ പരിപാടി. എങ്കിൽ പിന്നെ ഞാൻ എൻ്റെ വാചകോടൊക്കെ കുറച്ച് നേരം ഒന്ന് നിർത്തിയിട്ട് നിങ്ങൾ ഈ അഗറ്റിയിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് ആയോ. കറക്കം എല്ലാം കഴിഞ്ഞിട്ട് രാത്രി വന്നിട്ട് അവിടെ ലക്ഷദ്വീപിലെ ഒരു ഡ്രിങ്ക്സാണ് നീര. ഓക്കെ, കരിക്കവെള്ളം കൂട്ടൊരു സാധനമാണ്. അപ്പോൾ അതെല്ലാം കുടിച്ചിട്ട് ഇങ്ങനെ പയ്യെ നമ്മൾ റിലാക്സ് ചെയ്യാനായിട്ട് രാത്രി ഒരു നൈറ്റ് വാക്ക് കൂട്ട് നടന്നു. അപ്പോൾ രാത്രി ആകുമ്പോഴേക്കും ഈ കടൽ അങ്ങോട്ട് ഇറങ്ങും കേട്ടോ. അങ്ങനെ ഇറങ്ങുമ്പോഴേക്കും നമുക്ക് കുട്ടി കുട്ടി കോറൽസും പിന്നെ സീ കുക്കുംബർ, സ്റ്റാർ ഫിഷ് പോലത്തെ അങ്ങനെ നല്ല മനോഹരമായ കുറച്ച് കടലിലെ കുറച്ച് ജീവികൾ, പ്രാണികൾ, ജീവജാലങ്ങളെയൊക്കെ കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. നല്ല മനോഹരമായ രാത്രിയായിരുന്നു അത്. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം ഉറങ്ങി എണീറ്റു. ഡേ ടു ആയപ്പോഴേക്കും ഉച്ച കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഈ സ്നോർക്കലിംഗ്, കയാക്കിങ് അതൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മുടെ ക്യാബ് വന്നായിരുന്നു. അപ്പോൾ നേരെ നമ്മൾ സ്നോർക്കലിംഗ്, കയാക്കിങ്ങിനൊക്കെ പോയി. ഓക്കെ, ഡിസ്ക്ലെയിമർ, നമ്മളിങ്ങനെ പോകുമ്പോഴേക്കും ഒബ്വിയസ്ലി ഉറപ്പായിട്ടും നമ്മൾ ഒന്നെങ്കിൽ ഷോർട്ട് ഡ്രസ്സ് അവോയ്ഡ് ചെയ്യുക, അല്ലാന്നാണെങ്കിൽ ഫുൾ കവർ ഡ്രസ്സോ അല്ലെങ്കിൽ സൺസ്ക്രീനോ ഇട്ട് പോകേണ്ടതാണ്. അല്ലാന്നാണെങ്കിൽ നല്ല രീതിക്ക് ടാൻ അടിക്കും മക്കളെ. അനുഭവം കൊണ്ട് പറയുക കേട്ടോ. അപ്പോൾ നമ്മൾ സ്നോർക്കലിങ്ങും കയാക്കിങ്ങും ഒക്കെ ചെയ്തു. സ്നോർക്കലിംഗ് എന്ന് പറയുവാണെങ്കിൽ നമ്മൾ വാട്ടർ സർഫസിൽ തന്നെ കിടന്നിട്ട് നമ്മുടെ കടലിൻ്റെ അടിത്തട്ടിലുള്ള കുറച്ച് നല്ല മനോഹരമായ ജീവജാലങ്ങളൊക്കെ കാണാൻ പറ്റുന്നൊരു ബ്യൂട്ടിഫുൾ വാട്ടർ ആക്ടിവിറ്റിയാണ്. കയാക്കിങ് പിന്നെ അറിയാമല്ലോ, നമ്മുടെ തിത്തിത്തേയുന്ന കൂട്ട് ഒരിക്കലും നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല. ഉറപ്പായിട്ടും കടലിനെ പേടിക്കണം. നമുക്ക് അൺപ്രഡിക്റ്റബിളാണ് കടൽ. എങ്കിൽ പോലും നമ്മൾ ഈ പറഞ്ഞ റെസ്പോൺസിബിൾ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ജീവിതത്തിൽ. ഇതൊക്കെയുള്ളൂ മനോഹരമായ കുറച്ച് മൊമെൻറ്റ്സ് എന്ന് പറയാനായിട്ട്. അപ്പോൾ അതൊക്കെ ഒരിക്കലും നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല കേട്ടോ. അങ്ങനെ സ്നോർക്കലിങ്ങും കയാക്കിങ്ങിനും ഒക്കെ ശേഷം നമ്മളന്ന് തിരിച്ച് റൂമിൽ വന്നിട്ട് അന്ന് പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സെൽഫായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി തന്നെ ചുമ്മാ ഈവനിങ് വാക്കിന് ഇറങ്ങി അവിടുത്തെ ലോക്കൽ സ്ട്രീറ്റ്സും ലോക്കൽ ഫുഡും എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ കടകൾ കുറവാണ് കേട്ടോ. അഥവാ കടകളുണ്ടെങ്കിൽ പോലും സാധനങ്ങൾ കുറവായിരിക്കും. കാരണം അവിടുത്തെ ആളുകൾ മെയിനായിട്ട് റിലൈ ചെയ്യുന്നത് ഷിപ്പ് വരണം. ഓക്കെ അപ്പോൾ ഡേ 2 എല്ലാം എക്സ്പ്ലോർ ചെയ്തു. ഫൈനലി ഡേ 3 ആയി. നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് മൊത്തം കടലിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഡേ 3 ആയപ്പോഴേക്കും ചെറിയൊരു എനർജി ഡ്രോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ പോലും അന്ന് നമ്മുടെ എനർജി ബൂസ്റ്റർ എന്ന് പറയാൻ സ്കൂബ ഡൈവിംഗ് ആയിരുന്നു. ലൈഫിൽ 1 ടൈം എങ്കിലും ചെയ്തിരിക്കേണ്ട ഒരു ആക്ടിവിറ്റിയാണ് സ്കൂബ ഡൈവിംഗ്. ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരിക്കും. കാരണം എത്രയോ മീറ്ററുകൾ താഴെ ഇറങ്ങി നമ്മൾ ഉൾക്കടലിൽ അല്ലെങ്കിൽ പോലും ഒരു ഏകദേശം ലൈക്ക് കടലിൻ്റെ ഉള്ളിലായിട്ടാണ് പോകുന്നത്. സോ ഒബ്വിയസ്ലി ആ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴേക്കും നമ്മൾ നല്ല റിലാക്സ്ഡ് ആവും. നമ്മൾ ആരാണ് എന്നുള്ളൊരു സ്വയം ബോധം നമുക്ക് വരും. ഞങ്ങളെല്ലാവരും സ്കൂബ ഡൈവിങ് ചെയ്യാൻ പോവാം.
പേടിയുണ്ട്, പക്ഷെ നമ്മൾ ചെയ്യണം അല്ലേ? പോവാം. എവിടെയാ? സ്കൂബ ഡൈവിംഗ്. പേടിയുണ്ട്, പക്ഷെ നമ്മൾ എന്തായാലും ചെയ്യും. പേടിയുള്ള കാര്യങ്ങൾ ധൈര്യത്തോടെ നേരിടും. ആ ബോട്ടിലാണ് ആ ഒരു സിലിണ്ടറൊക്കെ ഇട്ടിട്ട് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഫോൺ അങ്ങനെ ചുമ്മിയുടെ ഫോം ഫില്ല് ചെയ്യുകയാണ് സ്കൂബ ഡൈവിംഗിന് പോവാനായിട്ട്. വീട്ടുകാരെ നാട്ടുകാരെ സൈനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തേലും പറ്റിയാൽ ഇവർ ഉത്തരവാദിയല്ലാന്ന്. അപ്പൊ എന്തേലും പറ്റാണ്ടിരിക്കാൻ നോക്കാം അല്ലേ? അപ്പൊ ഓക്കെ, ബൈ ബൈ. ബോട്ടിൽ കയറാൻ പോവാണ്. ക്യാമറാമാൻ ആകാശിനോടൊപ്പം. അതൊരു നല്ലൊരു ഹീലിംഗ് ആക്ടിവിറ്റി കൂടിയാണ് സ്കൂബ ഡൈവിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്കൂബ ഡൈവിംഗ് ചെയ്തത് അവിടെ തന്നെ നമ്മുടെ പ്രോപ്പർട്ടിക്ക് ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ഡൈവ് ടൈം ഒഫീഷ്യൽ എന്ന് പറഞ്ഞ സ്കൂബ ആക്ടിവിറ്റീസിലൂടെ ആയിരുന്നു. അപ്പോൾ അവരായിരുന്നു ഓറഞ്ച് കുറേ ഉണ്ടായിരുന്നു ആ ട്രീ. അടിപൊളി കൊടുത്ത് പേടി തോന്നിയാലും ചെയ്യാം. അപ്പോൾ സ്കൂബ ഡൈവിംഗ് ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടോളൂ. അതെല്ലാം മസ്റ്റ് ഡു ആക്ടിവിറ്റീസ് ആണ്. ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടാവുമല്ലോ ഒബ്വിയസ്ലി എല്ലാവരുടെയും. അപ്പോൾ നിങ്ങൾ ലക്ഷദ്വീപിൽ പോകുമ്പോഴേക്കും ഒബ്വിയസ്ലി അവിടെ ചെയ്തിരിക്കേണ്ട ഒരു ആക്ടിവിറ്റി സ്കൂബ ഡൈവിംഗ്. കാരണം ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂ കളർ വാട്ടർ ആയതുകൊണ്ട് തന്നെ ക്ലിയർ വാട്ടറിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ നല്ല കോറൽസ്, നല്ല ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫിഷ് എല്ലാം കാണാൻ പറ്റും. സോ അതെല്ലാം നിങ്ങൾ കണ്ട് എക്സ്പ്ലോർ ചെയ്യണം. അങ്ങനെ സ്കൂബ എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് വൈകുന്നേരം നമ്മളന്ന് പോയത് കൽപ്പിറ്റി ഐലൻഡിലാട്ടോ. അഗറ്റിക്ക് തൊട്ടടുത്തായിട്ട് കിടക്കുന്ന ഒരു ഐലൻഡാണ് കൽപ്പിറ്റി. ജനവാസമൊന്നും ഇല്ലാത്തൊരു ഐലൻഡാണ് കൽപ്പിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ജനവാസം ഇല്ലാത്തൊരു ഐലൻഡിൽ സ്ഥാപിക്കുന്ന ഒരു സ്തംഭം കൈൻഡ് ഓഫ് ഒരു ഇതുണ്ട്, സ്റ്റാച്യു മേ ബി. അപ്പോൾ അതെല്ലാം കണ്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൽപ്പിറ്റി ഐലൻഡും കൂടി വിസിറ്റ് ചെയ്തു. ഗ്ലാസ് ബോട്ടിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ വൈകുന്നേരം ഗ്ലാസ് ബോട്ട് ആക്ടിവിറ്റി, ആ ഗ്ലാസ്സിലൂടെ നമ്മൾ ഈ കണ്ട സ്കൂബയിലൂടെയും സ്നോർക്കലിങ്ങിലൂടെയും കണ്ട കോറൽസ്, ടോർട്ടോയ്സ് അതെല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് വൈകുന്നേരം നല്ലൊരു മനോഹരമായ സൺസെറ്റും എല്ലാം എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ തിരിച്ചന്ന് റൂമിലോട്ട് വന്നത്. അപ്പോൾ നല്ല ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു ത്രൂ ഔട്ട് നമുക്ക് ഈ ജേർണിയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ റൂമിൽ വന്നപ്പോഴേക്കും സാൻഡി അവിടെ എനിക്ക് വേണ്ടി ഒരു സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി പ്ലാൻ ചെയ്തായിരുന്നു. സർപ്രൈസ് പൊളിഞ്ഞെങ്കിൽ പോലും നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. ലക്ഷദ്വീപിലൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ എന്നൊക്കെ പറയുമ്പോഴേക്കും അതെൻ്റെ ഒരു കൈൻഡ് ഓഫ് ലക്കി ഫീലിംഗ്. ഐ ഫെൽ ബ്ലെസ്ഡ് ടു ഹാവ് ഇത്രയും നല്ല സൗഹൃദം, ഇത്രയും നല്ല കൂട്ടുകാർ, ഈ നല്ലൊരു മനോഹരമായ ജീവിതം എല്ലാം കൊണ്ടും നല്ല ബ്ലെസ്ഡ് ആയിട്ട് എനിക്ക് തോന്നി. നമുക്കൊരു ജീവിതമേ ഉള്ളൂ അല്ലേ? അത് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിച്ചില്ലെന്നാണെങ്കിൽ പിന്നെ എന്ത് പേർപ്പസാണുള്ള ജീവിതത്തിൽ അല്ലേ? അപ്പോൾ ഒബ്വിയസ്ലി എല്ലാവരും കുറേ യാത്രകൾ ചെയ്യുക, നമുക്കിഷ്ടമുള്ള പോലെ ജീവിക്കുക, അധ്വാനിക്കുക, കുറച്ച് സേവിങ്സ് എങ്കിലും മാറ്റി വെച്ചിട്ട് കുറച്ചെങ്കിലും ലോകം ചുറ്റാൻ പോവുക. ഓരോരുത്തർക്ക് എന്താണോ ഹാപ്പിനെസ്, ചിലർക്ക് ഫുഡ് അടിക്കാനായിരിക്കും, ചിലർക്ക് ലോകം കറങ്ങാനായിരിക്കും, ചിലർക്ക് ഷോപ്പിംഗ് ആയിരിക്കും, അങ്ങനെ പല പല ആഗ്രഹങ്ങളായിരിക്കും അല്ലേ? അപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ അതിനു വേണ്ടി പ്രയത്നിക്കുക, അതിനു വേണ്ടി ജീവിക്കുക. അപ്പോൾ എൻ്റെ ആഗ്രഹം ലോകം ചുറ്റുക എന്നുള്ളതാണ്. കുറേ സ്ഥലങ്ങൾ കാണാം, കുറേ കൾച്ചർ എക്സ്പീരിയൻസ് ചെയ്യുക, കുറേ നല്ല ഫുഡ് കഴിക്കുക. അപ്പോൾ പറ്റുന്ന സാഹചര്യങ്ങൾ, പറ്റുന്ന സന്ദർഭങ്ങളിൽ നമുക്കാവുന്നതുപോലെ നമ്മുടെ ആഗ്രഹം പോലെ ജീവിക്കണം. അപ്പോൾ ശരി, ഇതായിരുന്നു എൻ്റെ ലക്ഷദ്വീപ് ട്രാവൽ, ഒരു കുട്ടി വ്ളോഗ്. എനിക്കറിയാം മേ ബി ലെങ്തി ആയിരിക്കാം, ബട്ട് സ്റ്റിൽ. അപ്പോൾ അടുത്ത യാത്രയിലൂടെ കാണുന്നത് വരെ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ടാറ്റ. ലക്ഷദ്വീപിലെ കാഴ്ചകൾ നിങ്ങൾക്കായി ഇനി അങ്ങോട്ട് കുറച്ച് വിഷ്വൽസ് കൂടി ആഡ് ചെയ്തേക്കാം. താങ്ക് യു, ബൈ.